കേരളത്തിലെ ഏറ്റവും കൂടുതൽ നേതാക്കളുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസിൽ നേതാക്കൾക്ക് യാതൊരു ക്ഷാമവുമില്ല. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിലെ നേതാക്കളെ പരിഗണിച്ചാൽ കേരളത്തിലെ എത്ര കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും? കെ സുധാകരൻ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സി വേണുഗോപാൽ, പി എം സുധീരൻ, അങ്ങനെ നീണ്ടു പോകുന്ന പട്ടിക. ഇവരെല്ലാം തന്നെ കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസിലെ ഏറ്റവും നല്ല തലയെടുപ്പും മിടുക്കരുമായ നേതാക്കളാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ നേതൃസ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ലീഡർ ഉണ്ടോ എന്നത് പോലും സംശയമാണ്. കേരളത്തെ നയിക്കാൻ ഇടതുപക്ഷത്തേക്ക് വന്ന് നോക്കി, ഇടതുപക്ഷത്ത് പിണറായി വിജയൻ എന്ന നേതാവിനെ എടുത്താൽ അതിന് കീഴിലാണ് മറ്റെല്ലാ നേതാക്കളും. അദ്ദേഹം പറയുന്നത് കേൾക്കുക, അദ്ദേഹത്തിന് പറയുന്ന അനുസരിക്കുന്ന ഒരു ലീഡറായിട്ടുള്ള നേതാവ്. ഞാൻ കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും നേതാക്കളാണ്. എല്ലാവരും നേതാക്കളാകുമ്പോൾ എല്ലാവരും അവർക്ക് അവരുടേതായ ഇഷ്ടക്കേടുകൾ അവർ തുറന്നു പറയുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോൺഗ്രസ്സിൽ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം അതാണ്. കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾക്കൊക്കെ പ്രധാന കാരണം ഈ ലീഡർഷിപ്പുള്ള പ്രത്യേകതയാണ്. അവിടെ എല്ലാവരും നേതാക്കളായി നിൽക്കുമ്പോൾ ഒരാൾ പറയുന്ന അനുസരിക്കാൻ, ഒരാളെ നേതൃസ്ഥാനത്ത് നിർത്തി ഒരാളെ പറയുന്ന അനുസരിക്കാൻ പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഈ പോരാട്ടം എപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ KPC പ്രസിഡന്റ് പറയുകയുണ്ടായി, താൻ തന്നെ KPC പ്രസിഡൻ്റായി തുടരും, അടുത്ത തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കും എന്ന വാർത്ത പറയുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ KPC പ്രസിഡന്റ് മാറുന്ന വാർത്തയൊക്കെ കേൾക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം മാറുന്നില്ല എന്ന നിലപാടെടുത്തു. എന്തുകൊണ്ടും കേരളത്തിലെ നല്ലൊരു KPCC പ്രസിഡൻ്റാണ് കെ സുധാകരൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ കോൺഗ്രസിനെ വേണ്ട വിധത്തിൽ ഈ നേതാക്കന്മാരെല്ലാം കൂടി കോൺഗ്രസിനെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പോടു കൂടി മുന്നേറാൻ കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് കേരളത്തിൽ കോൺഗ്രസ് അല്ലാതാക്കുന്ന ഒരു പ്രവണത കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിൻ്റെ കൂട്ടുകെട്ട് എൻ്റെ പ്രവർത്തനം നല്ല മികവ് തന്നെയാണ് അന്ന് വിജയം നേടിയെങ്കിൽ ഇപ്പോൾ അതെല്ലാം മറന്ന് വീണ്ടും അവിടെ ഇവിടെയൊക്കെ ഓരോ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അതിനെയൊക്കെ നിയന്ത്രിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ നല്ലൊരു വിജയം നേടാൻ അവർക്ക് കഴിയും. അതിന് അവർ വേണ്ട വിധത്തിൽ പ്രയത്നിച്ചാൽ അതിനുള്ള നല്ല റിസൾട്ട് അവർക്ക് കിട്ടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പയറ്റ് നടത്താതെ നല്ലൊരു പ്രവർത്തനം കോൺഗ്രസ്സിൽ കൊണ്ടുവന്നാൽ കേരളത്തിലെ കോൺഗ്രസ്സിന് നല്ലൊരു തിരിച്ചുവരവുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നേതാക്കളുണ്ട്, എന്നാൽ ഒരു ലീഡറില്ല എന്നുള്ളതാണ്. പണ്ട് കെ കരുണാകരനൊക്കെയുള്ള കാലത്ത് കേരളത്തിൽ ഒരു ലീഡറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് പോലും നല്ലൊരു നേതാവുണ്ടായിരുന്നു. ഇന്ന് ഒത്തിരി നേതാക്കളുണ്ട്, പക്ഷേ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നൊരു നേതാവില്ല എന്നുള്ളതാണ്. ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഒരു മനോഭാവമാണ് പല ആളുകളുടെ ഇടയിലും. പറയുന്ന ഐക്യോ പറയുന്ന എക്കോ അതല്ലെങ്കിൽ അതിനുള്ളിൽ മറ്റ് ഗ്രൂപ്പുകൾക്കോ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ. ഇവരെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് മികച്ച വിജയം നേടാൻ കഴിയുന്ന ഒരു നല്ല പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായാൽ അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും അത് ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. കേരളത്തിലെ കോൺഗ്രസ് ഊർജ്ജസ്വലമാകണമെങ്കിൽ ഇവിടുത്തെ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ തയ്യാറായാൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.